ഓരോ മനുഷ്യനും ഓരോരോ കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലെ. വ്യത്യസ്തമായ പല കഴിവുകളാണ് പല ആൾക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സാധനം കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നിൽക്കുന്നത് പറശ്ശിനിക്കടവിന്റെ മുകൾ ഭാഗത്താണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ആളുടെ പേര് ബിജു എന്നാണ്. നമുക്ക് ആളുമായിട്ട് പരിചയപ്പെടാം. അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താണ് പ്രചോദനം എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും തീർച്ചയായിട്ടും ശരിക്ക് ഒരു ഹെലികോപ്റ്റർ തന്നെയാണ്. തുറക്കാനും അടക്കാനും എല്ലാം, അതുപോലെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബിജുവിനെ പരിചയപ്പെടാം. നല്ലൊരു മഴയാണ് ഇപ്പം. അപ്പോ കുറച്ച് സമയം പുറത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഇതിന്റെ ഇങ്ങോട്ട് വാ. നമസ്കാരമുണ്ട്. നമസ്കാരം. ഇതാണ് ഈ സാധനം ഉണ്ടാക്കിയ ബിജു. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്താണ് പ്രചോദനം എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കൺസെപ്റ്റ് ഇത് എങ്ങനെയാണ് വന്നത്? കൺസെപ്റ്റ് വന്നത് പിന്നെ കുറെ കാലം മുമ്പേ ഒരു കൺസെപ്റ്റ് ആണ്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം എന്നുള്ളത്. ഞാൻ സത്യത്തിൽ ആദ്യം വേറെ ഐറ്റംസ് തുടങ്ങിയത്. അവിടെ തുടങ്ങി വെച്ചിട്ട് പകുതിക്കുണ്ട് അവിടെ. അപ്പൊ പിന്നെ അത് കുറെ ടൈം എടുക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വന്നത് വാഹനങ്ങളിൽ ഉണ്ടാക്കലാണ്. ബസ് ആയാലും അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ആയാലും അല്ലെങ്കിൽ വിമാനമായാലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഉണ്ടാക്കിയതിനെക്കാട്ടി കുറച്ചും ടൈം എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സാധനം ഇതിപ്പം ഫുള്ള് ഫുൾ ഫിനിഷായി. ഇനിയിപ്പോ ആവശ്യക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തണം എന്നിരിക്കുന്നുണ്ട്. ചില ഏരിയയിൽ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സൗണ്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫാൻ ഒന്നും ഇറക്കേണ്ടി വരും. അത് ആവശ്യക്കാരെ ഇഷ്ടത്തിന് ഫാന് കറങ്ങും അല്ലേ? നമ്മൾ കറക്കിയൊക്കെ ഇറങ്ങും. അത് കറണ്ടിലേക്ക് ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടില്ല. എല്ലാ ഏരിയയിലും കറണ്ട് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പൊ കറണ്ടൊന്നും എവിടെയും കൊടുത്തിട്ടുണ്ട്. കറക്കി നോക്കാൻ പറ്റുമോ? ബിജു ഇതാ കറക്കുന്നുണ്ട്. ഇതിപ്പം ഇങ്ങനെ കറക്കിയ ഏകദേശം എത്ര സമയം നിൽക്കും? ഒരു കറക്റ്റ് അങ്ങനെ ഒരു 5 മിനിറ്റോളം നിൽക്കലുണ്ട്. അതായത് കുറച്ചും കൂടി ബെയറിംഗ് ഒന്നും കൂടി ഓയിലിട്ട് കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കാം. മഴയായതുകൊണ്ട് പെട്ടെന്ന് ഇതാണ് ടൈറ്റ് ആകുന്നുണ്ട്. ഇപ്പം ശരിക്ക് ബിജു എന്താ ജോലി ചെയ്യുന്നത്? ശരിക്കും വെൽഡിംഗ് തന്നെ ജോലി. വെൽഡിംഗ്. അതിൽ നിന്നാണ് ഈ ഒരു ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം തന്നെ അല്ലെ? വെൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇത് എവിടെയും കണ്ടിട്ടാണോ? കണ്ടിട്ടില്ല. നമ്മളിപ്പോ പണ്ട് മുതൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമയത്താണ് ഞാൻ പണിയെടുത്ത സ്ഥലം സ്റ്റാർട്ടിങ്ങില്ല. അപ്പൊ അവിടെ നിന്ന് അവര് ചിലപ്പോൾ യന്ത്രമനുഷ്യനെ പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറയും. നമ്മള് തുടങ്ങിയ കാലത്ത്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ കമ്പനിയെ കൊണ്ട് ഉണ്ടാക്കലുണ്ട്. യന്ത്രമനുഷ്യൻ ഉണ്ടാക്കും. ചിലപ്പോ ഇപ്പം ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി ഇവിടെ തലശ്ശേരിയില് 1 അല്ല 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ഉയരത്തില്. അത് ബഡ്സ് സ്കൂളിന്റെ സംസ്ഥാന കലോത്സവത്തിന് ബ്രഹ്മങ്ങളയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഹാപ്പിനെസ് ഫെസ്റ്റ് എന്നിട്ട് ധർമ്മശാലക്ക് ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട്. അതില് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ് ഇത് സാധനം? ഇത് GI ഷീറ്റ്. GI ഷീറ്റ് അല്ലെ? ഈ കാണുന്ന ഗ്ലാസ് പോളികാർബൺ. ഇതാണ് പോളികാർബൺ ആണ്. ഇപ്പൊ ഇത് ബെൻഡാക്കിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കൊരു ഏത് ലെവലിൽ ഇത് വളച്ചിട്ട് എങ്ങനെ എടുത്തിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. പോളികാർബൺ ഷീറ്റിനെ കൊണ്ട് GI പൈപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ GI പൈപ്പ് അടിച്ചതിന് ശേഷം GI ഷീറ്റ് കവർ ചെയ്തു. GI ഷീറ്റ് നല്ല തിക്നെസ് ഉള്ള ഷീറ്റ്. കാരണം എന്താ വെച്ചാൽ വെൽഡിങ് എല്ലായിടക്കും ഞാൻ വെൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരെ ഷീറ്റ് ആകുമ്പോൾ വെൽഡിങ് പറ്റാതെ എല്ലായിടക്കും ഞാൻ തടിച്ച ഷീറ്റ് തന്നെ യൂസ് ചെയ്തു. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എത്ര ദിവസം എടുത്തു? ഇത് കറക്റ്റ് 6 ദിവസം എടുത്തില്ല. 6 ദിവസം. അപ്പൊ നമ്മൾ ഫുൾ ടൈം ആണോ? ഫുൾ ടൈം എടുക്കലില്ല. നമ്മൾ കുറച്ച് സമയം ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം എടുക്കും. അത്ര എടുക്കും. ഒരു 6 മണിക്കൂർ ഒരു ദിവസം എടുത്ത് അങ്ങ് വിടും. അങ്ങനെ ഒരു 6 ദിവസം കൊണ്ട് പണി ഫിനിഷ് ആയി. ഇനി മഴയിലോണ്ട് പെയിന്റിങ് കുറച്ച് ലാഗായിട്ട് പോയി. പെയിന്റിംഗ് എല്ലാം ബിജു തന്നെ. പെയിന്റിംഗ് എല്ലാം കാരണം കൈപ്പെയിന്റ് ആയതുകൊണ്ട് സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല. നിലവിൽ നല്ല കാലാവസ്ഥയൊക്കെ മാത്രമേ അത്യാവശ്യം ഫിനിഷിംഗിൽ പെയിന്റ് അടിച്ചു. എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. എന്നാലും പെയിന്റ് അടിക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ഫാനെല്ലാം കറങ്ങണ്ടെങ്കിൽ മോട്ടർ അങ്ങനെ എല്ലാത്തിനും കറണ്ട് ഫാന് കറക്കണം. അവിടെ പിറകില് ലൈറ്റ് എത്തേണ്ട വിധത്തില് ഇതിനുള്ളിൽ ലൈറ്റ് കൊടുത്താൽ ഇവിടത്തേക്ക് കറങ്ങുന്നൊരു ഇവിടെ ലൈറ്റ് എത്തുന്നൊരു ഇതില് ഒരു സൗണ്ട് സിസ്റ്റം സെറ്റ് ആക്കണമെന്നുണ്ട്. സൗണ്ടും ലൈറ്റും ഇതിനുള്ളിൽ. പിന്നെ സൗണ്ട് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ട്, കാരണം നല്ല എക്കോ എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ ലൈറ്റ് ഇതിനുള്ളിൽ ലൈറ്റ് ഫിറ്റ് ചെയ്ത് അങ്ങോട്ടും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് ഇതിലൂടെ ഇവിടുന്ന് ഇതിങ്ങനെ ഇവിടെ ലൈറ്റ് പ്രകാശം വരുന്ന വിധത്തില് സെറ്റ് ആക്കാൻ പറ്റും.
ഇതിന്റെ ഉള്ളിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. കാരണം നല്ലൊരു എക്കോ കിട്ടുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ബോക്സ് സെറ്റ് ചെയ്താൽ നല്ല എക്കോ ഉണ്ടാവും. അങ്ങോട്ടേക്ക് ഇവിടെ അതിന്റെ ആ ഹോളിന്റെ എടുക്കാം. പിന്നെ മാത്രമല്ല അവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് അടിച്ചാല് അതിന്റെ പിറകിന് ലൈറ്റ് കിട്ടും. അവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിറകില്. അപ്പൊ അതിലൂടെ ലൈറ്റ് പുറത്തേക്ക് കാണിക്കും. അതിനൊരു ലൈറ്റ് ചെയ്യേണ്ട കുറച്ച് ആവശ്യമുണ്ട് ഇതിലിപ്പം. ഞാൻ ഉള്ളിൽ അങ്ങനെ ഇത് ചെയ്തില്ല, ഫോക്കസ് ചെയ്തിട്ടില്ല. ഉള്ളിലത്തെ അങ്ങനെ വിടുവായിരുന്നു. പുറത്തുനിന്ന് മാത്രമാണ് രക്ഷപ്പെട്ടു. അപ്പൊ ഇതിന് നമ്മള് പിന്നെ ഇനിയിപ്പം മോട്ടർ കറങ്ങണ്ടെങ്കില് പിന്നെ മോട്ടർ ഫിറ്റ് ചെയ്തിട്ട് ചെറിയൊരു ചേഞ്ച് വരുത്താനേ ഇല്ലു അതിൽ. ചെറിയൊരു മോട്ടർ ഫിറ്റ് ആക്കണം. അതുപോലെ തന്നെ ഫാൻ ഒന്ന് ഇറക്കണം. പിന്നെ കുറച്ച് ലൈറ്റ് ചെയ്യണം. പിന്നെ സൗണ്ട് ബോക്സ് എല്ലാം സെറ്റ് ചെയ്താൽ കുറെ കൂടി. പിന്നെ ലൈറ്റ് പറഞ്ഞത് ഈ ഒരു ഉള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിലേ കൂടി ലൈറ്റ് മേലത്തേലും എല്ലാം പിന്നെ കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്ക് സെയിലിന് വേണ്ടിയിട്ടാണോ ഇത്? സെയിലിന് വേണ്ടിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. പിന്നെ അത് സെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഭേദഗതി വരുത്താനുണ്ട്. സ്റ്റിക്കേഴ്സിലൊന്ന് മാറ്റി ലൈറ്റും സൗണ്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ സെയിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്നു. വീടിന്റെ ഫ്രണ്ടിലും ഒക്കെ വെക്കാനല്ലേ? ഇത് വെക്കൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റും. അതേപോലെ ജ്വല്ലറി, പിന്നെ സ്കൂള്, പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പ്, പിന്നെ ബാറ്, മാള്, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റും. പാർക്കിംഗ് ഏരിയ തടസ്സമില്ലാത്ത വിധത്തിൽ ഇവിടെ വെക്കാം. ഇത് ഉയർത്താൻ പറ്റും. ഒരൊറ്റത്തൂണിലല്ല ഇത് ഉയർത്താൻ. ഒരൊറ്റ തൂണ് ഏകദേശം ഒരു ഉയരത്തിൽ കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഇത് ഫിറ്റ് ചെയ്യുന്ന പാർക്കിങ്ങിനെ പോലും ബാധിക്കാത്ത വിധത്തിൽ നമുക്കിത് ബിൽഡിങ്ങിന്റെ മുന്നിൽ വെക്കാൻ പറ്റും. ഈ അടുത്തൊരു പ്ലാൻ എന്താണ്? അടുത്ത പ്ലാൻ സത്യത്തിൽ ഹെലികോപ്റ്റർ ആക്കിയിട്ടുണ്ട്. ഫിനിഷ് വർക്ക് കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഫിനിഷ് അപ്പൊ അടുത്ത പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ സത്യത്തില് ഒരുപാട് പ്ലാൻ ഉണ്ട്. പക്ഷെ ഒരു ബസ് ഉണ്ടാക്കിയാലോ തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അടുത്തൊരു ഒരു മിനി ബസ് എല്ലാ ബസിന്റെ എല്ലാം ഇതും വെച്ച് ടയർ അടക്കം വെച്ചിട്ടില്ല ഒരു ബസ് തന്നെ ഉണ്ടാക്കിയത്. അത് ഉപയോഗിക്കുന്ന വിധത്തിൽ ഒരു കോഫി ഷോപ്പോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന വിധത്തിൽ നമ്മളൊരു പ്ലേസ് കണ്ടിട്ട് അവിടെ വെച്ചിട്ട് അതിന്റെ പിന്നെ ഏകദേശം ഒരു 2-3 ടേബിള് ഇടുന്ന വിധത്തില് ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഇത് സംഭവം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വലിയ ഫ്ലൈറ്റും അങ്ങനെയെല്ലാം ലക്ഷ്യമുണ്ട്, ഒരുപാട് ലക്ഷ്യമുണ്ട്. പക്ഷെ മെറ്റീരിയൽ കോസ്റ്റിന്റെ മാത്രമാണ് ഫ്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം. ബിജുവിന്റെ വീട്ടിലാരൊക്കെ? വീട്ടില് ഭാര്യ, 2 കുട്ടികള്, അമ്മ, പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ തന്നെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട്, അതായത് ഭാര്യയും അമ്മയിലും നല്ല സപ്പോർട്ടാണോ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ഞാൻ എന്റെ പുറത്തിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോ ഇതിലേക്ക് പെയിന്റിങ്ങിന്റെ ടൈം ഞാൻ പുറത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഫ്രീ ടൈമാ ചെയ്യാം. ബോഡി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഒരു 6 ദിവസം കണ്ടിന്യൂ എടുത്തതിന് ശേഷം പിന്നെ എന്റെ വർക്കിന് ശേഷമുള്ള ടൈം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടും, ഫുൾ ടൈം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും കഴിവുകളോ അങ്ങനെ കലാപരമായിട്ട്? അത്യാവശ്യം പാട്ട് പാടുന്നു. ഇതിലെ പൈലറ്റ് ബിജുവിന്റെ മൂത്ത മകനാണ്. ബിജു മൂത്ത മകന്റെ പേരെന്താ? ആദവ് അല്ലെ? രണ്ടാമത്തെ മകന്റെ പേര് ആദിക്ക്. ഇത് ബിജുവിന്റെ മൂത്ത മകൻ പൈലറ്റ്, അതുപോലെ രണ്ടാമത്തെ മകൻ ആദിക്ക് ഇതാരാ ഉണ്ടാക്കീന്? അച്ഛനുണ്ടാക്കി അല്ലേ? ഇത് നല്ല ഇഷ്ടപ്പെട്ട? ഇത് കേറാൻ നല്ല സുഖമുണ്ടാ? പാസഞ്ചേഴ്സ് ആയിട്ട് 3 പേരുണ്ട്. ഇത് തൊട്ടടുത്ത വീട്ടിലെ മോള്. അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷം തന്നെ. ഇപ്പൊ ബിജു ഇതിപ്പം ഫുള്ള് ഫിനിഷ് ആയിട്ടില്ല. ഇനി എന്നാണ് ബിജുവിന്റെ ആ കൺസെപ്റ്റില് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത്? ഇത് സത്യത്തില് ഇത് നെക്സ്റ്റ് ഇപ്പൊ ഒരു വീട്ടിലാ കൊണ്ടുപോകുന്ന വെച്ചോ. ജസ്റ്റ് ഒരു വൈകുന്നേരം ഈവനിങ് ടീ എല്ലാം കുടിക്കുന്ന ടൈം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ വലിച്ചിട്ട് ഒരു ടേബിൾ ഇടാം, റെഡിയാക്കിയിട്ട് ഒരു അങ്ങനെ കൂട്ടുന്ന വിധത്തില്. അപ്പൊ 2 പേർക്ക് ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്ന സെറ്റപ്പിൽ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുട്ടികൾ ഇരിക്കുമ്പം പിന്നെ ഇവിടെയെല്ലാം വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ലിവറിലൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന വിധത്തിലൊന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ ഉള്ളിൽ അതിനെ ഒരു മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് കാര്യങ്ങളിലങ്ങ് ഒഴിവായി പോയത്. ബിജു, എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതുപോലത്തെ ഒരുപാട് ഹെലികോപ്റ്റർ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതുപോലെ അറിയപ്പെടുന്നൊരു ആളായി മാറട്ടെ. എന്തായാലും ആഗ്രഹം പോലെ ബസ്
അതുപോലെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും എന്നെ വീണ്ടും വിളിക്കണം കേട്ടോ. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ പറശ്ശിനിക്കടവുള്ള ഹരീന്ദ്രനാണ് കേട്ടോ. അപ്പൊ താങ്ക്സ്. ആ ഹരീന്ദ്രനും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് ബിജുവിനെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ടാറ്റ.